അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ഒരു സൂവും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് മച്ചുമാരെ. അതപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്കും കൂടി ആഡ് ആക്കുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം മസ്റ്റായിട്ട് മച്ചുമാരെ എല്ലാവരും വീഡിയോ ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾക്കത് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അതിനായിട്ട് നിങ്ങൾ ആദ്യം നമ്മുടെ ഇന്ത്യൻ ബെഡ് ഡ്രൈവിംഗ് 3D കയറിയതിന് ശേഷം നിങ്ങൾ നേരെ വീടിന് പുറത്തോട്ടിറങ്ങുക. നെറ്റ് ഓൺ ചെയ്യണം. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് വേണം നിങ്ങൾ ഗെയിമിൽ കയറി നെറ്റ് ഓൺ ചെയ്യാൻ, വീടിന് പുറത്തിറങ്ങി നെറ്റ് ഓൺ ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ ഫോണിൻ്റെ അകത്ത് ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ പ്ലീസ് വെയിറ്റ് എന്ന് വരും. അത് കഴിഞ്ഞ് ഇതേപോലെ ഇങ്ങനെ കൗണ്ട് ഡൗൺ എണ്ണി തുടങ്ങും. അത് കഴിഞ്ഞ് നിങ്ങൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. അവിടെ മുകളിലൊരു ആരോ ഉണ്ട്, നെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ആ ആരോയെ ഞെക്കി റീസ്റ്റാർട്ട് ചെയ്യുക. ഗെയിം ഒന്നുകൂടെ കയറുക നിങ്ങൾ ഗെയിമിലോട്ട്. എന്നിട്ട് പ്ലേ കൊടുത്ത് നിങ്ങൾ കയറി കഴിയുമ്പം ഇങ്ങനെ ലോഡാകുന്ന ഒരു ടൈം ഉണ്ടല്ലോ ഗൈസ്. ലോഡായി കഴിഞ്ഞ് നിങ്ങൾ ഗെയിമിൽ കയറി കഴിഞ്ഞാണ് ഗൈസ് നമ്മുടെ അടുത്ത റൂട്ടും കാര്യങ്ങളൊക്കെ പറയുന്നത് ഗൈസ്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്. അപ്പം ഇത് ചെറിയൊരു ചലഞ്ച് മോഡ് അങ്ങനെ ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ ഡെവലപ്പേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരൻ ഡൗട്ട് ചോദിച്ചായിരുന്നു, അതിന് ഞാൻ റിപ്ലൈ ഇട്ടിട്ടുണ്ട്. അപ്പം MCQൻ്റെ വീഡിയോ ഒരു പുള്ളിക്കാരൻ ഡൗട്ട് ചോദിച്ചായിരുന്നു, ഞാൻ അതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ആ ചലഞ്ച് മോഡും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ അത് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഞാൻ ഈ പോകുന്ന റൂട്ട് മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ഗെയിമിൽ കയറുക, ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഓൺ ചെയ്യുക, ഗെയിമിൽ കയറുക, ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക. പിന്നെ നിങ്ങൾ കോപ്പി ചെയ്ത ആ ലിങ്ക് നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ഈ പോകുന്ന റൂട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ പോകുന്ന റൂട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോണം, അല്ലെങ്കിൽ നിങ്ങൾ കറങ്ങും, ഫുള്ള് ഗെയിമിൽ കിടന്ന് കറങ്ങി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെ നിങ്ങൾ പോയി ഗൈസ്. പിന്നെ ഈ സൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഗെയിമേഴ്സ് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും പിന്നെ 2-3 ഗെയിമേഴ്സ് മറ്റൊക്കെ ഗൈസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സൂ എന്നൊക്കെ അടിച്ചു കൊടുത്ത് യൂട്യൂബിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. പിന്നെ ഗൈസ് ഇവിടെയാണ് നമ്മുടെ സൂ വരുന്നത്. ഇവിടെയാണ് സൂ എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഡോൺ ക്യാമറ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഡോൺ ക്യാമറ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഡോൺ ക്യാമറ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോയിട്ട് ഒരു വ്യൂ എടുക്കാം ഗൈസ്. ഗൈസ് ഇവിടെ തന്നെ ആദ്യം വരുമ്പോൾ തന്നെ കാണുന്ന ഒരു സൂ എന്നുള്ള ഒരു എഴുത്താണ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ സൂവിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആനിമൽസും കാര്യങ്ങളും ഇല്ല. മറ്റേ ഈ പുലീനെയൊക്കെ കയറ്റിയിടുന്ന ആ ജയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു പാമ്പിൻ്റെ തീമാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങേയറ്റത്ത് ഞാൻ അങ്ങോട്ടാണ് ഗൈസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാമ്പിൻ്റെ ഇതൊരു പാമ്പിൻ്റെ തീമാണോ എന്തുവാണ് എനിക്ക് മനസ്സിലായില്ല. പാമ്പായിരിക്കും ഉദ്ദേശിച്ച, അനാക്കോണ്ട വല്ലതും ആയിരിക്കും. പിന്നെ അവിടെ കുറേ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാം. അതെന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമൽസിനെ കയറ്റിയിടുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ആനിമൽസ് നമ്മുടെ ഗെയിമിലുണ്ടല്ലോ, ബഫലോ അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ആനിമൽസ് ഉണ്ടല്ലോ നമ്മുടെ ഗെയിമിൽ, അതൊക്കെ ഇതിൻ്റെ അകത്ത് ആഡാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ആഡാക്കണം ഗൈസ്. ഞാൻ ഡെവലപ്പേഴ്സിനോട് പറയാനിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആനിമൽസ് ഒന്ന് ആഡാക്കേണ്ടതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആനിമൽസ് ഉണ്ടെങ്കിലേ സൂ ആവുകയുള്ളൂ ഗൈസ്. അപ്പം ഇത്രയൊക്കെയുള്ള സൂ എന്ന് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നെറ്റൊന്നും കളഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് ഇത് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമല്ലേ. നിങ്ങൾക്ക് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ആ കാര്യത്തിൽ നമ്മൾ അന്നും വിട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കും, എപ്പോഴും അതാണ് എൻ്റെ പരിപാടി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണ്ടവർ ഇത് കണ്ടിട്ട് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. ഞാൻ അതിലൊന്നും കയറി ഇടപെടുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ബ്രോയ്ക്ക് ഞാൻ റിപ്ലൈ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. Thank you for watching this video.